ഹായ്, എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ സമീറ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് മാംഗോ പഞ്ചാണ്. ഇത് ഞാൻ പച്ചമാങ്ങയിലാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഈ ഒരു മാംഗോ പഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് പച്ചമാങ്ങയാണ്. പച്ചമാങ്ങയിലാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. ഞാനിവിടെ 2 മാങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് വേണം. പച്ചമുളക് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതിപ്പോൾ ഈ ഒരു പച്ചമുളകൊന്നും ഞാൻ ചേർക്കത്തില്ല, വളരെ കുറച്ച് മാത്രമേ ചേർക്കത്തുള്ളൂ കേട്ടോ. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി വേണം. ഇഞ്ചിയും കൂടരുത്, കൂടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് മാറും. അപ്പോൾ വളരെ ചെറിയ ഒരു പീസ് മതിയാകും. പിന്നെ വേണ്ടത് നാരങ്ങയാണ്. പുതിനയിലയും വേണം. പുതിനയില ഇപ്പം ഞാൻ ഇത്ര എടുത്ത് കാണിച്ചെന്നേ ഉള്ളൂ. 1 2 ഇല നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയേ ചെയ്യത്തുള്ളൂ. പിന്നെ ഇതിലേക്ക് വേണ്ടത് സോഡയാണ്. കുറച്ചധികം തണുത്ത ഐസും വേണം. അപ്പം നമുക്കിനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. മാങ്ങ ഇവിടെ ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് കണ്ടോ, ഇത്ര മാത്രമേ ഞാൻ ഇതിലേക്ക് ചേർക്കത്തുള്ളൂ. മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഈ പച്ചമുളകും ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാനിവിടെ കണ്ടോ 2 ഇല മാത്രമേ എടുത്തിട്ടുള്ളൂ, പുതിന ഇല. ഇതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ഒരുപാടായിക്കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും. ഇതിലേക്ക് ഈ പകുതി നാരങ്ങ കൂടെ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 2-3 ഐസ് ക്യൂബ് കൂടി ഇട്ട് കൊടുക്കണം. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. മധുരം നിങ്ങളുടെ പാകത്തിന് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് 1 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കും. കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഗ്ലാസിന്റെ ബൗളാണ് എടുത്തിരിക്കുന്നത്. ഈ അടിച്ചു വെച്ചിരിക്കുന്ന ജ്യൂസ് നമുക്ക് ഇതിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ജ്യൂസ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് സോഡ കൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നെ സോഡ ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് സോഡ ഒഴിക്കണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ്. എന്തായാലും ഹെൽത്തിന് നല്ലതല്ല സോഡ. അത് ഞാൻ ഒരിക്കലും എപ്പോഴും കുടിക്കണം എന്ന് റെക്കമെൻഡ് ചെയ്യില്ല. ഇതൊക്കെ വല്ലപ്പോഴും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഇതിലേക്ക് ഞാൻ 2 ഐസ് ക്യൂബ് ഇത് ഇട്ട് കൊടുക്കണം. നമുക്ക് ഈ മാംഗോ ജ്യൂസിന്റെ 3/4 ഗ്ലാസോളം ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി മാംഗോ പഞ്ച് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പം നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി. നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഈസി റെസിപ്പികൾക്കായി സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നമ്മളിങ്ങനെ കുടിക്കാൻ നേരം ഒരു സ്പൂണിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ടൊന്ന് കുടിക്കണം. ഞാനിതൊന്ന് കുടിച്ചിട്ട് പറഞ്ഞുതരാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ്. ശരിക്കും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഉണ്ടാക്കി കുടിച്ചിട്ട് എനിക്ക് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം.